ബാക്ക്ലാഷ് 2025 പ്രീമിയം ലൈവ് ഇവൻറ്റ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ബാക്ക്ലാഷ് 2025 കഴിഞ്ഞതിന് ശേഷം നമുക്ക് പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈനുകളിൽ ഒന്നാമത്തേത് ബ്ലെയിൻ്റെ സ്റ്റോറി ഇനി എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ആദ്യ മത്സരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജേക്കബ് ഫാറ്റു അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് സക്സസ്ഫുള്ളി റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ജേക്കബ് ഫാറ്റുവിൻ്റെ സോളോ സിക്കോവ അതുപോലെ തന്നെ ഡെബ്യൂ ചെയ്ത ജെഫ് കോബ് തുടങ്ങിയവരുടെ ഒരു സഹായം ലഭിച്ചതാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ കാരണമായത്. അപ്പോൾ ബ്ലെയിനിൽ ജെഫ് കോബ് എന്ന് പറയുന്ന പുതിയൊരു താരത്തെ സോളോ കൊണ്ടുവന്നത് അത് എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പിനെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ജേക്കബ് ഫാറ്റുവിനോട് പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചപ്പോൾ ജേക്കബ് പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മുഖം, ഞാൻ ആകെ ഞെട്ടി നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് തനിക്ക് അറിയില്ല, എന്തായാലും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കും, അതിനനുസരിച്ച് പെരുമാറും എന്നുള്ളതും ജെഫ് കോബിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സോളോസിക്കോവയുടെ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു പ്രതികരണമാണ് നമുക്ക് പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്ലെയിൻ സ്റ്റോറി ലൈനിൽ അല്ലെങ്കിൽ ബ്ലെയിൻ ഗ്രൂപ്പിൽ ജേക്കബ് ഫാറ്റു തുടരുമോ, ജെഫ് കോബിനെ ബ്ലെയിൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ജേക്കബ് ഫാറ്റുവിന് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. സോളോസിക്കോവയുടെയോ ജെഫ് കോബിൻ്റെയോ ഒരു വരവ് ഈ മത്സരത്തിൽ ജേക്കബ് ഫാറ്റു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ ജേക്കബ് ഫാറ്റു നടത്തിയത്. ജെഫ് കോബിനെ പോലെയുള്ള ഒരു താരത്തിൻ്റെ ഡെബ്യൂ കഴിഞ്ഞ കുറച്ച് ആഴ്ചയായിട്ട് ഒരു ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ ബ്ലെയിൻ ഫാക്ഷനിലേക്ക് ജെഫ് കോബ് വരും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ജെഫ് കോബിൻ്റെ വരവ് കൂടാതെ ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ ജേക്കബ് ഫാറ്റുവുമായിട്ടുള്ള ഒരു ഹിസ്റ്ററി അതും ഇവരുടെ സ്റ്റോറി ലൈനിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ട് തന്നെ അറിയണം. എന്തായാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന അതുപോലെ തന്നെ സ്റ്റോറി ലൈനിലെ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ബ്ലെയിൻ സ്റ്റോറി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അവർ അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും ഒരു ഫാക്ഷൻ എന്ന നിലയിൽ ബ്ലെയിൻ സ്റ്റോറി ലൈൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്നത്തെ ബാക്ക്ലാഷിലൂടെ നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തെയും അവസാനത്തുമായ അപ്ഡേറ്റ് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺസണയുടെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. 3 പേരുകളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേത് CM പങ്കാണ്. CM പങ്ക് പെട്ടെന്ന് ജോൺസണയുടെ എതിരാളിയായിട്ട് വരില്ല. കാരണം നിലവിൽ CM പങ്കിൻ്റെ ഒരു സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുന്നത് സിത്രോളിൻസിൻ്റെ ഫാക്ഷന് എതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CM പങ്ക് ഒറ്റയടിക്ക് എതിരാളിയായി വന്ന് ജോൺസണയ്ക്കെതിരെ മത്സരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജോൺസണയുടെ ഫെയർവെൽ ടൂറിനിടയിൽ CM പങ്കിനെ നേരിടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഈ ബാക്ക്ലാഷിൽ റാൻഡി ഓർട്ടനെ ജോൺസനെ പരാജയപ്പെടുത്തിയതിന് ശേഷം ജോൺസനെ മൈക്കെടുത്തുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്, താനാണ് ലാസ്റ്റ് റിയൽ ചാമ്പ്യൻ എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ട് ഇപ്പോൾ നീയാണ് ചാമ്പ്യൻ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കോട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു സ്റ്റോറി CM പങ്ക് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ CM പങ്ക് ജോൺസണയുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഇരുവരുടെയും സ്റ്റോറി ഉടനെ വന്നേക്കാം. മറ്റൊരു അപ്ഡേറ്റ് ജിമ്മി ഊസോയെ സംബന്ധിച്ചാണ്. ജിമ്മി ഊസോയെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ ആർത്രൂത്ത് ജോൺസണയുമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ ജിമ്മി ഊസോയെ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അപ്പോൾ ജിമ്മി ഊസോ ചിലപ്പോൾ ജോൺസണയുടെ എതിരാളിയായി കയറി വരാൻ സാധ്യതയുണ്ട്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന അടുത്ത ഒരു വീക്കിലി സ്പെഷ്യൽ ഷോ, ആ ഒരു സ്പെഷ്യൽ ഷോയിൽ മിക്കവാറും ജോൺസണയുടെ എതിരാളിയായിട്ട് ജിമ്മി ഊസോ കയറി വന്നേക്കാം. അതിനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അവസാനത്തേത് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ആർത്രൂത്തിനാണ്. ആർത്രൂത്തിൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ പല കൂട്ടുകാരും ഇന്നത്തെ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഷോയിൽ റാൻഡി ഓർട്ടൺ പൺകിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഇൻ്റർഫിയറൻസ് നടത്തിയ ആർത്രൂത്തിനെയാണ് നിങ്ങൾ കണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റ് അവസാനിച്ചതിന് ശേഷം ജോൺസന് പ്രസ് മീറ്റ് നടത്തുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ആർത്രൂത്ത് കയറി വരികയും ആർത്രൂത്ത് ജോൺസനെ നീ ഗോട്ടാണെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയും പിന്നീട് നിങ്ങൾക്ക് റസൽ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജോൺസനെ പറയുന്നുണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, അതിന് ചിലപ്പോൾ നിനക്ക് വലിയ ഒരു നഷ്ടങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത്. എന്നിട്ടും ആർത്രൂത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജോൺസന അദ്ദേഹത്തിൻ്റെ ഫിനിഷറായ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെയുള്ള ടേബിളിലേക്ക് ആർത്രൂത്തിനെ ചെയ്യുന്നതും പിന്നീട് സീന അവിടെ നിന്ന് പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ആർത്രൂത്തിനെ ജോൺസനെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റും അവർ ഇന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇനി വരുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന മെയ് മാസത്തിലെ തന്നെ മറ്റൊരു വീക്കിലി സ്പെഷ്യൽ ഷോ അതിലേക്ക് ഒരു മത്സരം പോലെ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റാണ് നമുക്ക് നിലവിൽ പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.